നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾക്കായി നേതൃത്വ പരിശീലന ക്യാമ്പ് നടത്തി. പാലപ്പിള്ളി കാരികുളത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി മറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. കൊടകര സഹൃദയ ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് തെക്കൻ പാലിയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കൈമാറി. വാർത്തകൾ വിശദമായി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾക്കായി നേതൃത്വ പരിശീലന ക്യാമ്പ് നടത്തി. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് അറക്കൽ ക്ലാസിന് നേതൃത്വം നൽകി. സഹവികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി, കേന്ദ്രസമിതി ഭാരവാഹികളായ പ്രിൻസ് ചിറ്റാട്ടുകരക്കാരൻ, ബിജോയ് ചിരിയങ്കണ്ടത്ത്, വർഗീസ് ആലപ്പാടൻ എന്നിവർ സംസാരിച്ചു. കൈക്കാരന്മാർ പള്ളി PRO ജോയ് തെക്കുംതല, 23 കുടുംബ കൂട്ടായ്മകളുടെ എക്സിക്യൂട്ടീവ്സ് എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ക്രൈസ്തവരായ ആളുകൾ മറ്റു രാഷ്ട്രീയത്തിലേക്കും പൊതുരംഗത്തേക്കും ഒക്കെ പ്രവർത്തിക്കുകയും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൈമുദ്രയായിട്ടെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് ബൈബിളാണ്. നമ്മുടെ അതിൻ്റെ ആദർശങ്ങളാണ് കൈമുദ്രയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും ആവശ്യമില്ല. പാലപ്പിള്ളി കാരികുളത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി മറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടം. പരുന്തുപാറ ഭാഗത്ത് നിന്ന് കട്ട കൊണ്ടുവന്ന ലോറി ഇറക്കത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. പാലോളി ഷെരീഫിന്റെ വീട്ടുപറമ്പിലേക്കാണ് ടിപ്പർ ലോറി ഇടിച്ചു കയറിയത്. പറമ്പിലെ തെങ്ങിൽ ഇടിച്ച ശേഷം തെങ്ങിനും കിണറിനും ഇടയിൽ ലോറി തടഞ്ഞു നിന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളികൾ കിണറിന്റെ മുകൾ ഭാഗത്തേക്ക് വീണു. കിണറിന്റെ മുകളിൽ ഇരുമ്പ് വല ഉണ്ടായിരുന്നതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. തെങ്ങിന്റെ തലഭാഗം ഒടിഞ്ഞു. വീടിന്റെ ഗേറ്റും തകർന്നു. പരിക്കേറ്റവരെ വേലുപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടങ്ങൾ പതിവായ ഈ ഇറക്കത്ത് 3ാം തവണയാണ് നിയന്ത്രണം വിട്ട വാഹനം ഷെരീഫിന്റെ വീട്ടുപറമ്പിലേക്ക് ഇടിച്ചു കയറുന്നത്. കൊടകര സഹൃദയ ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. കോളേജിൽ നിന്ന് 19ാമത്തെ ബാച്ചിൽ 351 പേർ ബിരുദാനന്തര ബിരുദം നേടി. DTE ഡയറക്ടർ ഡോക്ടർ PR ഷാലിജ് മുഖ്യപ്രഭാഷണം നടത്തി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ആൻഡോ ചുങ്കത്ത്, ഡയറക്ടർ ഡോക്ടർ ലിയോൺ ഇട്ടിച്ചൻ, പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള, മഞ്ഞിലാസ് ഫുഡ്സ് ചെയർമാൻ വിനോദ് മഞ്ഞില, മാനേജർ മോൺ ഫാദർ വിൽസൺ ഇരത്തറ, ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ സുധാ വളവി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ സർട്ടിഫിക്കറ്റുകളും മികച്ച കമ്പനിയിൽ പ്ലേസ്മെന്റ് നേടിയവർക്കുള്ള ഓഫർ ലെറ്റർ വിതരണവും നടന്നു. Dear graduates, education is about growth, not just about grades. You have adapted and grown in difficult time in the initial period of college days, being with Corona, which is undoubtedly കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ തൃശൂർ ഉപകേന്ദ്രമായ ആളൂർ SNV സ്കൂളിൽ ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികൾക്കായി സിവിൽ സർവീസ് പരിശീലനം നടത്തി. സ്കൂൾ മാനേജർ EM ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ ബെലിൻഡ അധ്യക്ഷത വഹിച്ചു. ഫാക്കൽറ്റി വിഷ്ണു പ്രസാദ് കെ ക്ലാസ് നയിച്ചു. ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ വരിക്കുന്ന ആ ഒരു കോഴ്സിലേക്ക് അതിൻ്റെ ആദ്യപടി 8ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന കുട്ടി. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് തെക്കൻ പാലിയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ബിനോയ് തോമസിന്റെ വീട്ടിലെത്തി മന്ത്രിമാരായ R ബിന്ദു, K രാജൻ എന്നിവർ കൈമാറി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയ്ക്ക് പുറമെ ലോക കേരള സഭയിൽ ബിനോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതിനെ തുടർന്ന്
പ്രവാസി വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ നോർക്ക വഴി നൽകിയ ധനസഹായമാണ് കൈമാറിയത്. സംസ്ഥാന സർക്കാർ 5 ലക്ഷം, പ്രവാസി വ്യവസായികളായ യൂസഫ് അലി 5 ലക്ഷം, രവി പിള്ള 2 ലക്ഷം, ഫൊക്കാന സംഘടനയുടെ പ്രസിഡന്റ് 2 ലക്ഷം ഉൾപ്പെടെ 14 ലക്ഷം രൂപയുടെ ധനസഹായമാണ് കൈമാറിയത്. പ്രവാസി പ്രമുഖനായ KK മേനോൻ 2 ലക്ഷം രൂപ നോർക്ക മുഖാന്തരം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ബിനോയ് തോമസിന്റെ മകന് ജോലി വാഗ്ദാനം ചെയ്തതായും മന്ത്രിമാർ അറിയിച്ചു. ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും ഉണ്ടാവുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ജാതി, മത, വർഗ, ലിംഗ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഭേദമന്യേ സഹായം നൽകാൻ ഒന്നിച്ചതിന് മന്ത്രി കെ രാജൻ നന്ദി അറിയിച്ചു. NK അക്ബർ MLA, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, മുനിസിപ്പാലിറ്റി ചെയർമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അനുഭവങ്ങളാണ് അതിനെ തുടർന്ന് ഓരോ നിമിഷത്തിലും കാണേണ്ടി വന്നത്. സാധാരണ നിലയിൽ ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിന് ലോകം കാണുന്ന ഒരു മറുപടിയാണ് കേരളം. അത് എല്ലാ ദുരന്തഘട്ടത്തിലും, ഏതെങ്കിലും ഒന്നിലല്ല, എല്ലാ ദുരന്തഘട്ടങ്ങളിലും ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തെ മറികടക്കാനുള്ള ആർജവമാണ് സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ്റിന് ഉണ്ടാവുക. ആ വിധത്തിൽ ലോകത്തിന് തന്നെ കോവിഡ് കാലത്തും പ്രളയകാലത്തും മറ്റെല്ലാ അപകടത്തിലും ദുരന്തത്തിലും എങ്ങനെ ദുരന്തങ്ങളെ മറികടക്കാമെന്ന് ലോകത്തിന് കാണാൻ കഴിയുന്ന ഒരു മോഡലായി ഇപ്പോൾ കേരളം മാറി. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിച്ച റേഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട രൂപതാമെത്രാൻ മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ഫാദർ ആൻഡ്രു ആലപ്പാടൻ, ഫാദർ ജോസഫ് ഗോപുരം, ഫാദർ നവീൻ ഉക്കൻ, ഫാദർ ടിജോ ആലപ്പാട്ട്, ഫാദർ മനോജ് മേക്കേടത്ത്, ഫാദർ ജോയൽ ചെറുവത്തൂർ, ഫാദർ ഡിൻഡോ തെക്കിനേത്ത്, ഓപ്പറേഷൻ മാനേജർ TJ പൗലോസ്, ജിമ്മി ജോയ് എന്നിവർ സംസാരിച്ചു. ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുക. ബഹുമാനപ്പെട്ട ആൻഡ്രുവച്ചൻ സ്വാഗതത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹോസ്പിറ്റല് ക്രിസ്തുവിൻ്റെ സൗഖ്യദായകമായ ശുശ്രൂഷയിൽ പങ്കുപറ്റി ആ ശുശ്രൂഷ ഇന്നത്തെ തലമുറയ്ക്ക് തുടരുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. 35 വർഷങ്ങൾക്ക് കാടുകുറ്റി പഞ്ചായത്തിലെ കുടുംബശ്രീ ഫണ്ട് തട്ടിപ്പ് CDS വൈസ് ചെയർപേഴ്സണെ CPM ബ്രാഞ്ച് ഭരണസമിതിയും സംരക്ഷിക്കുന്നതായും ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് മരിയ കുടുംബശ്രീ അംഗങ്ങൾ BJP കാടുകുറ്റി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ വൈസ് ചെയർപേഴ്സൺ മിറ്റി മിൽസന്റെ കാതികുടത്തെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് വീടിന് സമീപത്ത് വെച്ച് കൊരട്ടി പോലീസ് തടഞ്ഞു. മരിയ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നായി പല ലോണുകളും മറ്റുമായി 40 ലക്ഷത്തോളം രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. മറ്റു ഫണ്ടുകളും മറ്റു കുടുംബശ്രീകളിൽ നിന്നുമെല്ലാം ഇത്തരത്തിൽ വലിയ തോതിൽ ഫണ്ട് തട്ടിയെടുത്ത CDS വൈസ് ചെയർപേഴ്സണെതിരെ മരിയ കുടുംബശ്രീ അംഗങ്ങൾ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും പോലീസ് സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. തെളിവുകൾ ഹാജരാക്കുവാനാണ് പോലീസ് പറയുന്നതാണ് അംഗങ്ങൾ പറയുന്നത്. എന്നാൽ തങ്ങൾ പോലും അറിയാതെ തങ്ങളുടെ രേഖകൾ വെച്ച് ലോണുകൾ എടുത്താൽ തങ്ങൾ എന്ത് രേഖകൾ ഹാജരാക്കുമെന്നാണ് പാവപ്പെട്ട കുടുംബശ്രീയിലെ അംഗങ്ങൾ ചോദിക്കുന്നത്. ഭരണത്തിന്റെ സ്വാധീനത്തിൽ അന്വേഷണം അട്ടിമറിക്കുകയാണെന്നും പഞ്ചായത്തിൽ ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയ മുഴുവൻ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുവാൻ തയ്യാറായാൽ കോടികളുടെ തട്ടിപ്പ് പുറത്തുവരുമെന്നും ഇവരുടെ സ്വത്ത് കെട്ടി ഇരകൾക്ക് നൽകുവാൻ തയ്യാറാവണമെന്നും കുടുംബശ്രീ അംഗങ്ങൾ അധികാരികളോട് ആവശ്യപ്പെട്ടു. ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടും ലിറ്റി മിൽസൺ സാധാരണക്കാരായ കുടുംബശ്രീ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഇവർ പറഞ്ഞു. പ്രതിഷേധ ധർണ BJP കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. BJP കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ കൈപ്പുഴ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷാജു കോക്കാടൻ, TS മുകേഷ്, ഭാരവാഹികളായ ബീന ഉണ്ണി, PC ബിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ജിജേഷ്, കുടുംബശ്രീ പ്രവർത്തകരായ ഉഷ മോഹൻ, ജിനി പ്രേമൻ, സിന്ധു ചെറിയ, ഡെൽഫി, ഓമന പരമേശ്വരൻ, മീര സന്തോഷ് എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. ഭരണകൂടങ്ങളെന്ന് ഞാൻ പറഞ്ഞാൽ ഇത് ലോക്കൽ ബോഡി ഗവൺമെന്റാണ്. ആ ലോക്കൽ ബോഡി ഗവൺമെന്റ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ഭരിക്കുന്ന ഒരു പ്രാദേശിക ഗവൺമെന്റാണ് ഇന്ന് കാടുകുറ്റിയിലുള്ളത്. ആ പ്രാദേശിക ഗവൺമെന്റ്, ആ ഗവൺമെന്റിലെ കുടുംബശ്രീയുടെ ചാർജുകാരൻ ശ്രീ വിമൽ, അതേപോലെ തന്നെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ, അതേപോലെ തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതിൽ പ്രതികളാണ്. ഒരു സംശയമുണ്ട്, അവർ പ്രതികൾ. തൃശൂർ ചിറമനേങ്ങാട് നെല്ലിക്കുന്നിൽ 1.5 വയസ്സുള്ള പെൺകുഞ്ഞിനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മുല്ലക്കൽ വീട്ടിൽ സുരേഷ് ബാബു, ജിഷ ദമ്പതികളുടെ മകൾ അമയയാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 11:15 സംഭവം. മാതാപിതാക്കളും മുത്തശ്ശിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്.
കുട്ടിയെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണ് മരിച്ചു കിടക്കുന്നതായി കണ്ടത്. കുട്ടിയുടെ മാതാവ് ജിഷ അയൽവീട്ടിലെത്തി പറഞ്ഞപ്പോഴാണ് നാട്ടുകാരും വിവരമറിഞ്ഞത്. തുടർന്ന് എരുമപ്പെട്ടി പോലീസിലും കുന്നംകുളം ഫയർഫോഴ്സിലും വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് കുട്ടിയെ പുറത്തെടുത്തത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരിച്ചിരുന്നു. തൃശൂർ വെങ്കിടങ്ങിൽ മതിലിടിഞ്ഞു വീണ് 7 വയസ്സുകാരി മരിച്ചു. മാമ്പ്ര തൊട്ടിപ്പറമ്പിൽ മഹേഷിന്റെ മകൾ ദേവി ഭദ്രയാണ് മരിച്ചത്. പഴക്കം ചെന്ന മതിലിന് സമീപം കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ മതിൽ ഇടിഞ്ഞ് കുട്ടിയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. ഉടനെ തന്നെ തൃശൂർ അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6765 രൂപ, പവന് 54,120 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾക്കായി നേതൃത്വ പരിശീലന ക്യാമ്പ് നടത്തി. പാലപ്പിള്ളി കാരികുളത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി മറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. കൊടകര സഹൃദയ ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് തെക്കൻ പാലിയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കൈമാറി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.